നമസ്കാരം. ജ്യോതിർദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേഷാദികളായിട്ടുള്ള 12 രാശികളുടെ ഡിസംബർ 7 ഞായറാഴ്ച മുതൽക്ക് 13-ാം തീയതി ശനിയാഴ്ച വരെയുള്ള 7 ദിവസങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ സാമാന്യ ഫല നിരൂപണം നടത്താൻ ഇവിടെ ശ്രമിക്കുകയാണ്. അടുത്തത് ധനുക്കൂറാണ്. സാജിറ്റേറിയസ് എന്നാണ് അതിന് ഇംഗ്ലീഷിലുള്ള പേര്. ഗ്രഹസ്ഥിതി പറഞ്ഞാൽ 12-ൽ സൂര്യ ബുധ ശുക്രന്മാരും ലഗ്നത്തിൽ ചൊവ്വയും 7-ൽ വ്യാഴവും 3-ൽ രാഹുവും 4-ൽ ശനിയും 9-ൽ കേതുവുമാണ്. പഴയ ഇത്രയും കാലം ചെയ്തു വന്നിരുന്ന ജോലികളിൽ വെച്ചുകൊണ്ട് അവർക്കൊരു ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുള്ള കാലമാണ്. പഴയ മുൻപുണ്ടായിരുന്ന ചില പദ്ധതികളും പ്രോജക്റ്റുകൾ അതുപോലെ ചില ലക്ഷ്യങ്ങളും അതൊക്കെ പുനഃപരിശോധിച്ച് അതിനെ ക്രമീകരിക്കേണ്ട അഥവാ നൂതനമായിട്ട് ശരിയായിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാലമാണ്. ഇവർക്ക് കണ്ടക ശനിയുമാണ്. അതുകൊണ്ട് പുതിയ പദ്ധതികളിലേക്ക് അവർ എടുത്തു ചാടാൻ പാടില്ല. വളരെ സൂക്ഷിച്ച് മാത്രമേ പുതിയ പദ്ധതികളൊക്കെ തുടങ്ങാൻ പാടുള്ളൂ. ഉള്ളവ തന്നെ വേണ്ടത്ര ചിന്തിച്ച് പരിഷ്കരിക്കുകയും വേണം. ധനപരമായിട്ട് ചില അനിയന്ത്രിതമായിട്ടുള്ള ചിലവുകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വിദേശ സംബന്ധമായിട്ടുള്ള കച്ചവടം ഉള്ളവർ അഥവാ വിദേശവുമായിട്ട് ബന്ധമുള്ളവർക്ക് ആ രീതിയിലുള്ള ചില പുതിയ നേട്ടങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കരിയറിൽ അഥവാ ബിസിനസ്സിലും ജോലിയിലും മറ്റുമൊക്കെ ഒരു ഉന്മേഷക്കുറവ്, ഒരു കരിഷ്മ കുറഞ്ഞു പോയി എന്നുള്ളൊരു തോന്നൽ ഇവർക്കുണ്ടാവാം. അതുകൊണ്ട് തന്നെ ചില പുതിയ തുടക്കങ്ങളെപ്പറ്റി അവർ ആലോചിക്കുകയും ചെയ്യും. ബന്ധങ്ങളിലും അത്ര സമാധാനത്തോടു കൂടിയോ സുഖമായിട്ടോ ഉള്ള ഒരു കാലമല്ല ഈ ഒരാഴ്ച. ആരോഗ്യപരമായിട്ടും ഉറക്കക്കുറവ്, അതുപോലെ ഒരു വിഷാദഭാവം, വിഷാദ രോഗം എന്ന് പറയുന്നില്ല, വിഷാദഭാവം ഒക്കെ ഇവർക്കുണ്ടാകാം. എങ്കിലും ആത്മവിശ്വാസത്തോടു കൂടി ഈശ്വര ഭജനത്തോടു കൂടി കാര്യങ്ങൾ ചെയ്താൽ ഈ ആഴ്ച ഒരു വലിയ തെറ്റില്ലാതെ മുന്നോട്ട് പോകും. അതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഹനുമാൻ ചാലീസ ജപിക്കുക, അതുപോലെ ശിവക്ഷേത്ര ദർശനം, ശിവക്ഷേത്രത്തിൽ 7 പ്രദക്ഷിണം വയ്ക്കുക, അവിടെ ദർശനം നടത്തി യഥാശക്തി വഴിപാടുമൊക്കെ കഴിക്കുന്നതും ധാര നടത്തുന്നതും വളരെ നല്ലതാണ്. 17-ാം തീയതി സൂര്യൻ വൃശ്ചികത്തിലേക്ക് വരുന്നതോടുകൂടി വൃശ്ചിക വ്രത ആരംഭ കാലമാണ്. എല്ലാ വർഷവും ഈ വൃശ്ചിക വ്രതകാലത്ത് അഥവാ മണ്ഡലകാലത്ത് ആണ് കൂടുതൽ ഒരു റിജുവിനേഷന് വേണ്ടിയിട്ടാണ് വ്രതമെടുക്കുകയും പ്രത്യേകിച്ച് ഈശ്വര ഭജനം ചെയ്യുകയും വിശേഷാൽ നമുക്ക് കേരളീയർക്ക് പ്രത്യേകമായിട്ടുള്ള ശാസ്താഭജനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. ഇവിടെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, നമ്മൾ ഓരോ വർഷവും അനവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ നടത്തുന്നുണ്ട്. അതിലൊക്കെ ശരിയും തെറ്റും ദോഷവും ഗുണവും ഒക്കെ ഉണ്ടാകാം. എന്നാൽ ഇവയെല്ലാം വീണ്ടും ഒന്നുകൂടെ ഒരു അരിപ്പയിലിട്ട് അരിച്ച് അതിലേത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം, ഏത് എല്ലാം എടുക്കാം എന്ന് അറിയത്തക്ക വിധം നമ്മളൊരു റിജുവിനേഷൻ നടത്തുന്ന കാലമാണ് ഈ മണ്ഡലവ്രതകാലം. അങ്ങനെയുള്ള ഈ കാലത്ത് അതിനു വേണ്ടിയിട്ട് അത് ഏത് രാശിയാകട്ടെ, ഏത് നക്ഷത്രക്കാരനാകട്ടെ, ഇവർക്കെല്ലാവർക്കും ഈ ഒരു കാലഘട്ടം, ഈ മണ്ഡലവ്രതകാലം അത് അനുഭവവേദ്യമാകട്ടെ. അതിനുള്ള പരിശ്രമം എല്ലാവരും ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമായിരിക്കും.